അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർജുനു വേണ്ടിയുള്ള 8-ാം ദിവസത്തെ തിരച്ചിലും തുടങ്ങിയിരിക്കുകയാണ്. നദിയിലും നദിക്കരയിലുമൊക്കെ സ്കൂബ ഡൈവിംഗ് സംഘങ്ങളും കൂടാതെ മറ്റ് സന്നദ്ധ സംഘടനകളും അതുകൂടാതെ കേരളത്തിൽ നിന്നും വന്ന ഒരുപാട് സംഘങ്ങളുമൊക്കെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഇന്നത്തെ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയാണെന്നാണ് അറിയാൻ സാധിച്ചത്. മാത്രവുമല്ല, ഗംഗാവാലി പുഴയിൽ വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്നും സ്കൂബ ഡൈവിംഗ് സംഘങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നല്ല സുഖകരമായ രീതിയിൽ തന്നെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണ് കർണാടക പോലീസ് അർജുൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്രകാരമാണ്. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ ലോറി അപകട സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ കർണാടക പോലീസിന് ലഭിച്ചു. കന്യാകുമാരി പനവേൽ ദേശീയപാത 66-ൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 8:30-നായിരുന്നു അപകടം. ലോറിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചതായി കാർവാർ SP M നാരായണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അർജുൻ സഞ്ചരിച്ച ലോറി അപകട സ്ഥലത്തേക്ക് എത്തിയോ എന്ന് പരിശോധിക്കാനാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. അർജുനെയും ലോറിയെയും കണ്ടെത്താൻ 8-ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. അർജുൻ അപകട സ്ഥലത്തേക്ക് പോയോ എന്ന് ഉറപ്പാക്കാനായി ദേശീയപാതയിലെ നിരവധി CCTV ഫുട്ടേജുകൾ പരിശോധിച്ചു എന്ന് കർണാടക പോലീസ് വ്യക്തമാക്കി. ഇതിൽ ചില ദൃശ്യങ്ങളാണ് പോലീസിൽ നിന്നും മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചത്. അർജുൻ സഞ്ചരിച്ച ലോറി അപകടം നടന്ന ഭാഗത്തേക്ക് ദേശീയപാതയിലൂടെ പോകുന്ന വ്യത്യസ്ത സമയങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത്. അപകടം നടന്ന സ്ഥലത്തിനു ശേഷമുള്ള CCTVകളിൽ ലോറിയുടെ ദൃശ്യം കണ്ടെത്താനായിട്ടില്ല. ഇതോടെയാണ് അർജുൻ മണ്ണിടിച്ചതിൽ കുടുങ്ങിയെന്ന് പോലീസ് ഉറപ്പിച്ചത്. കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ പ്രേമൻ്റെയും ഷീലയുടെയും മകൻ അർജുൻ മലപ്പുറം എടവണ്ണപ്പാറയിലേക്ക് തടിയുമായി വരികയായിരുന്നു. 16-ന് രാവിലെ വരെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. ഒരു വശത്ത് ചെങ്കുത്തായ മലനിരകളും മറുവശത്ത് ഗംഗാവലി നദിയുമുള്ള സ്ഥലത്താണ് അപകടം. ഇവിടെ നിരപ്പായ ഭാഗത്ത് ലോറി ഡ്രൈവർമാർ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയും ചെയ്യാറുണ്ട്. ലോറിയുടെ നിർത്തിയപ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് കരുതുന്നത്. ഗംഗാവാലി നദിയിൽ തീരത്തുനിന്ന് 40 മീറ്റർ മാറി 8 മീറ്റർ ആഴത്തിൽ ഒരു വസ്തുവിൻ്റെ സിഗ്നൽ ലഭിച്ചത് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ ഭാഗത്ത് നാവികസേന തിരച്ചിൽ നടത്തുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് തന്നെ അർജുനെയും ലോറിയെയും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.